കൊച്ചി കൊന്തുരുത്തിയിൽ ലൈംഗിക തൊഴിലാളിയെ കൊന്ന് ചാക്കിലാക്കി. കൊന്തുരുത്തി സ്വദേശി ജോർജാണ് കൊലപാതകം നടത്തിയത്. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കൊച്ചി കോന്തുരുത്തിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇന്ന് കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ മൃതദേഹം ഇതുപോലൊരു ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചിരിക്കുന്നു. സമീപത്ത് ഒരു പുരുഷനുമുണ്ട്. അവർക്കേറെ പരിചിതമുള്ള ആൾ മറ്റാരുമല്ല, അത് ജോർജ് ആയിരുന്നു. ഹരിതസേനാംഗങ്ങളെ കണ്ട ഉടൻ ജോർജ് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവർ ഉടൻ തന്നെ കൗൺസിലറെ വിവരമറിയിച്ചു. കൗൺസിലർ പോലീസിനെയും. ഇന്ന് പുലർച്ചെ 6:30 ഹരിതകർമ്മ സേനാ പ്രവർത്തകരാണ് ചാക്കിൽ മൃതദേഹം കണ്ടെത്തിയത്. ജോർജിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു തലഭാഗം ചാക്കിലാക്കിയ നിലയിൽ മൃതദേഹം. അരയ്ക്ക് താഴേക്ക് നഗ്നമായിരുന്നു. മൃതദേഹത്തിനരികിൽ ജോർജും ഇരിക്കുന്നുണ്ടായിരുന്നു. ഹരിതകർമ്മ സേനാ പ്രവർത്തകർ നൽകിയ വിവരമനുസരിച്ച് വാർഡ് കൗൺസിലർ സ്ഥലത്തെത്തി. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് അത്ര വ്യക്തതയില്ല. അദ്ദേഹം ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാവോ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. 2 ചാക്ക് വെളുപ്പിരുന്ന് 4:30-ക്ക് ശേഷം പോയി 2 ചാക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഈ പണി നടത്തിയിരിക്കുന്നത്. പട്ടി ചത്തു, പട്ടീനെ മൂടാനെന്നുള്ളതാണ് ഇവിടെ ആരോടൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത്. പോലീസ് സ്ഥലത്തെത്തി ജോർജിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി എറണാകുളം സൗത്തിൽ വെച്ചാണ് ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ പരിചയപ്പെട്ടതെന്നും വീട്ടിലെത്തിയ ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും ജോർജ് മൊഴി നൽകി. പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ലൈംഗിക തൊഴിലാളിയായ സ്ത്രീ തന്റെ കൂലി ജോർജിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ പണം നൽകിയില്ല എന്ന് മാത്രമല്ല, അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അത് പൊട്ടിച്ചെടുക്കാൻ ജോർജ് ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് വലിയ തർക്കത്തിൽ കലാശിച്ചത്. ജോർജിന്റെ വീട്ടിൽ നിന്ന് രക്തക്കറയും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തു. മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ജോർജ് ഒരു കഴുത്തിൽ കയറ് കെട്ടി വലിച്ചുകൊണ്ട് പുറത്ത് ഡ്രെയിനേജിൽ കൊണ്ട് കളയാൻ വേണ്ടി കൊണ്ടുവരുന്ന പാർട്ടായിരുന്നു. അപ്പോൾ അന്നേരത്തേക്കും നേരം ഒരു 5 മണി അടുപ്പിച്ച സമയമായിട്ടുണ്ട്. ജോർജ് പലരോടും സഹായം ചോദിച്ചിട്ടുണ്ട്. പട്ടിയുടെ ഡെഡ് ബോഡിയാണ്, അവനെ കളയാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ 1-2 പേരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് മദ്യപിച്ചിട്ട് സഹായിക്കാൻ ബില്ലിങ്ങിനെസ് പറയാതെ സംശയം തോന്നി അവിടുന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കൊല്ലപ്പെട്ടത് ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മലയാളിയാണ് കൊല്ലപ്പെട്ട സ്ത്രീയെന്ന് ജോർജ് പോലീസിന് മൊഴി നൽകി. ജോർജും ഭാര്യയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഭാര്യ മകളുടെ വീട്ടിൽ പോയ സമയത്താണ് പ്രതി കൃത്യം നടത്തിയത്. വീടിന്റെ ഒരു ഭാഗത്ത് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസമുണ്ടായിരുന്നു. രാത്രി വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നുവെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ജോർജിനെതിരെ മുൻപും നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പണം ആവശ്യപ്പെട്ട കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ തല്ലിക്കൊന്നു, ചാക്കിലാക്കി, വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കാനയിൽ കളയാൻ ശ്രമിച്ചു. നന്നായി മദ്യപിച്ചത് കൊണ്ട് തന്നെയാണ് അയാളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. ജോർജ് നല്ലൊരു ക്രിമിനലായിരിക്കാമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞു വയ്ക്കുന്നത്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.